ഇതെന്താ സുശീല, പശുവിനൊക്കെ ആധാർ കാർഡ് കൊടുക്കുന്നത് കേട്ടപ്പോ ഈ തുടങ്ങിയോ? എന്ത് തുടങ്ങി? പശു ആകാനുള്ള പരിശീലനം. പശു അയാളുടെ മോശം. ഈ നാട്ടിൽ ഏറ്റവും വിലയുള്ള പശുവിനല്ലേ? ആ, അത് ശരിയാ. ഇപ്പൊ നമ്മളെ ദേശീയ മൃഗം പശുവാണല്ലോ. ആണോ? പിന്നല്ലാതെ. ആ, അപ്പോ ഈ ആടിനെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റി. ആടോ? ആടൊക്കെ ഒരു മൃഗാണ്ടോ? അപ്പോ ആട് പിന്നെ പക്ഷിയാ? ഓ എന്റെ സുശീല, ഒരു ദേശീയ മൃഗം എന്നൊക്കെ പറയുമ്പോ അതിനൊരു എടുപ്പും നടപ്പൊക്കെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ പൂച്ച പോര്. അതിന്റെ നടപ്പാണല്ലോ ഗംഭീരം. അതിന്റെ അടുപ്പ് പൂച്ച നടത്തും കേട്ട്വാക്ക്. ബെസ്റ്റ്. അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നൊക്കെ സാമൂഹ്യപാഠം പഠിപ്പിച്ച മാഷ പറയണം. അതിന് മൃഗങ്ങളൊക്കെ ജന്തുശാസ്ത്രല്ലേ? ബോട്ടണി എന്ന് പറഞ്ഞ ജീവശാസ്ത്രം, സുവോളജി എന്ന് പറഞ്ഞ പക്ഷിശാസ്ത്രം. ഒന്നും അറിയില്ലല്ലേ? അതൊക്കെ പോട്ടെ, ഈ പുല്ലും വൈക്കോലൊക്കെ തിന്ന് നടക്കുന്നതിന്റെ കാര്യം എന്താ? ഏയ്, ഒന്നുമില്ല. ഈ സത്യം പറയൂ സുശീല, ഒന്നുമില്ലാതെ ഈ ഇങ്ങനെ ഇലയും മുള്ളൊന്നും തിന്ന് നടക്കൂല. ഈ എന്തെങ്കിലും പുതിയ തരികിട പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? ഒന്നുമില്ല സുശീല, ഒരു തരികിട മറ്റൊരു തരികിടനോട് ഒന്നും ഒളിപ്പിച്ചു വെക്കരുത്. ശുക്രേ, ഈ ആരോടും പറയരുത്. ഇതൊരു തരം ചികിത്സയാ. ചികിത്സയോ? ഈ കണ്ടിട്ടില്ലേ പൂച്ച പുല്ലുന്നത്? പൂച്ച അല്ലല്ലോ പുല്ലുന്ന, പുലിയല്ല പുല്ലുന്ന. അത് ഗതികെട്ട. അപ്പൊ ഇതുവരെ കേട്ടിട്ടില്ലേ? അതിന് ഞാൻ പുലിയല്ലല്ലോ. പൂച്ച പുല്ലുന്ന വേറെ കാര്യമില്ല. എന്തിന്? അവറ്റകൾക്ക് വയറുവേദന വരും. അത് ഞാനും കേട്ടിട്ടുണ്ട്. അതിനെന്താ പ്രശ്നം? എനിക്ക് 2 ദിവസമായി രാവിലെ എണീക്കുമ്പോ വയറുവേദന. രാവിലെ എണീറ്റാൽ അപ്പൊ തന്നെ വേദന തുടങ്ങും? രാവിലെ എണീറ്റ വൈക്കല്ല, പിന്നെ വല്ലതും കഴിച്ചു കഴിഞ്ഞാ പിന്നെ ആകെ പ്രശ്ന. രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടോ? അതെ സുക്കൂറെ. അല്ല, രാവിലെ എന്താ കഴിക്കല്? ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും. ലൈറ്റ് ആയിട്ട് എന്ന് പറയുമ്പോ? ലൈറ്റ് ആയിട്ട് എന്ന് പറയുമ്പോ ലൈറ്റ് ആയിട്ട് ഒരു 6 പൊറാട്ട്, ഒരു ബീഫ് ഫ്രൈ. ഇതാണോ സുശീല ലൈറ്റ്? ഇതിന്റെ ഒപ്പം ലൈറ്റ് ആയിട്ട് ഒരു ചായ കുടിക്കും. ഓ അങ്ങനെ. അല്ല സുശീല, അനക്ക് എവിടെ ആയിട്ടാണ് വേദന വരുന്നത്? ഇത് പ്രശ്നമാണ് സുശീല. അതല്ല ഞാനും പറഞ്ഞ സുക്കൂറ, ഇത് പ്രശ്നമാണ്. ഇത് ഈ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നമല്ല സുശീല, അതിലും വലിയ പ്രശ്നമാണ്. തെളിച്ച് പറ സുക്കൂറെ. വയറിന്റെ ഈ ഭാഗത്ത് ഒരു പുതിയ അവയവം കണ്ടുപിടിച്ചിട്ടുണ്ട്. മെസൻട്രി. മെഷീനും ട്രാക്ടറും എന്നല്ല, മെസൻട്രി. ഈ പറഞ്ഞ ലക്ഷണമൊക്കെ വെച്ചിട്ട് മിക്കവാറും അതിന്റെ പ്രശ്നവനാണ് വഴി. സുശീല, ഇന്നെ കണ്ടത് ആയുസിന്റെ ബലാന്ന് വിചാരിച്ചു. ഇന്ന് ഐശ്വര്യമായിട്ട് 500 രൂപ കിട്ടും. 500 നോട്ടോ? അതൊക്കെ സാധു വീടിയായി പോയില്ലേ സുക്കൂറെ? സാധു വീടിയാ? അല്ല, അസ്വാദുമായി പോയില്ലേ? പുതിയ 500 നോട്ടില്ലേ, അതെടുക്ക്. അതപ്പറഞ്ഞ് ഞാൻ അറിയില്ലല്ലോ. അതൊക്കെ ഇറങ്ങി. എന്റെ അടുത്ത് ആകെ 2000 നോട്ടുണ്ട്. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതിന്റെ തൊട്ട് ഞാൻ ഇത് നടക്കും തുടങ്ങിയിട്ട് കുറെ നാളായി. 2000 2000. സുശീല, എന്റെ കൂടെ വാ. എങ്ങോട്ട്? അതൊക്കെ പിന്നെ പറയാം. അനക്ക് ജീവനാണോ വലുത്, അത് 500 റുപ്യാണോ വലുത്? അതിപ്പോ ജീവൻ കൊണ്ട് അരി വാങ്ങാൻ പറ്റില്ലല്ലോ. എന്നാ ജീവനുണ്ടെങ്കിലേ അരി വാങ്ങിയിട്ട് കാര്യമുള്ളൂ. ഈ വാ, വണ്ടി എങ്ങോട്ടാ കൊണ്ടുവന്ന സുക്കൂറെ? പിടിച്ചിരുന്നോ? പിടിച്ച്. ഓക്കെ. ഇത് തന്നെയാ സുക്കൂറെ വീട്? ഇതെന്നാണെന്നാ തോന്നുന്നത്. അതിനിവിടെ ബോർഡൊന്നും കാണുന്നില്ലല്ലോ. ഇതുപോലുള്ള ആൾക്കാർക്ക് ബോർഡ് വെച്ച് ആളെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ ആളുകളൊന്നും കാണുന്നില്ലല്ലോ. അത് തന്നെ ഞാനും നോക്കുന്നു. ഇവിടെ നല്ല തിരക്കാന്നല്ലോ സൂപ്പർ പറഞ്ഞത്. ഏട്ടാ, ഇവിടെ ഒരു ഒറ്റമൂലി വൈദ്യല്ലേ? അയാളെ വീട് തന്നെയല്ലേ? എന്താ ആവശ്യം? ഞങ്ങള് കൊറേ ദൂരെ നിന്ന് വരുക. പക്ഷെ ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ള ആളാ. വൈദ്യരെ കണ്ടിട്ട് എന്താ കാര്യം? സാറേ, എനിക്ക് ഭയങ്കര. ഇതൊക്കെ ഇയാളോട് പറയുന്നത് എന്തിനാ?
നിങ്ങൾ വൈദ്യരെ വീട് പറഞ്ഞു ഞങ്ങൾക്ക് അയാളെ കണ്ട അത്യാവശ്യമുണ്ട്. ഇത് തന്നെ വൈദ്യര വീട്. ആ, നിങ്ങൾ ഒരു മിനിറ്റ് കാത്തിരുന്നു. ഞാൻ അകത്ത് പോയി വൈദ്യരോട് കാര്യം പറഞ്ഞിട്ട് വരാം. നിങ്ങൾ ഇന്ന് തന്നെ വരുവോ? വയറുവേദനയാണ് പ്രശ്നമല്ലേ? അതെങ്ങനെ മനസ്സിലായി? തന്റെ മുഖലക്ഷണം കണ്ടാ അറിയാം. കള്ളലക്ഷണമല്ലേ? അത് ജന്മനാണല്ല. അത് നിന്റെ മുഖത്തുണ്ട്. നിങ്ങളെ ആ ചെടിച്ചട്ടിയൊക്കെ അവിടെ വെച്ചിട്ട് വൈദ്യരുണ്ടോ നോക്കി. ഒരുത്തൻ ചെടി തിന്നുന്ന്, ഒരാള് ചെടിയായിട്ട് നടക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഈ വൈദ്യന്മാരെക്കാളും ഡിമാൻഡ് ഒരു അസ്മാദിമാർക്കാ. ശുക്കൂറെ, ഈ അസ്മാദ് എന്ന് പറയുന്നത് അതൊരു തരം പൊടിയല്ലേ? നമ്മള് കുളിച്ചിട്ട് മൂർത്തി തടയുന്നേ. സുശീലയ്ക്ക് മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വയറുവേദന കൂടെ പല്ലുവേദനയും കൂടി വരും. ഞാൻ മിണ്ടുന്നില്ല. പക്ഷെങ്കിൽ എന്റെ പ്രശ്നം തീർത്ത് ഇനി വൈദ്യരോട് പറയണോ?